ഹലോ എവരിവൺ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പുതിയൊരു എക്സാം നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് മന്ത് തന്നെ ഏകദേശം ഫെബ്രുവരിയിൽ തന്നെ വരും എന്ന് പറഞ്ഞ് എക്സാം കലണ്ടറിൽ പബ്ലിഷ് ചെയ്തിരുന്ന ഫേസ് 11 വേക്കൻസീസ്, ഫേസ് 11ന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ssc.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇതിൽ ഏറ്റവും മുകളിൽ കാണുന്ന മാർച്ച് 6 വന്ന പുതിയ നോട്ടിഫിക്കേഷൻ ആണ് ഫേസ് 11 2023 എന്ന് പറഞ്ഞ പുതിയ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഇന്ന് മുതൽ ലൈവ് ആയിട്ടുണ്ട്. 6/3/2023 മുതൽ 23 ഈ മാസം 23/3/2023 വരെയാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. ഇത് 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും 12th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും വേണ്ട പോസ്റ്റുകൾ ഇതിനകത്തുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് ഓരോ പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആണുള്ളത്. അതുപോലെ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവാം. ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു 135 പേജുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇതുള്ളത്. അതിൽ ഓരോ കാര്യങ്ങളും എത്ര വേക്കൻസീസ് ആണ്, ഓരോ റീജിയൻ ബേസ് ഉള്ള വേക്കൻസീസ് ഉൾപ്പെടെ ഏകദേശം ടോട്ടൽ നമ്പർ ഓഫ് എല്ലാ റീജിയൻസിലും കൂടെ ടോട്ടൽ 5000-ൽ പുറത്ത് വേക്കൻസീസ് ആണുള്ളത്. വേക്കൻസീസ് ഡിഫറെൻറ്റ് പോസ്റ്റുകൾക്ക് കുറച്ച് വേക്കൻസീസ് ആണുള്ളത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഈ PDF നിങ്ങൾക്ക് കാണാം. ഈ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ്, ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 27/3 മാർച്ച് 27 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇനി ഫോം കറക്ഷൻ അടുത്ത മാസം 3 മുതൽ 5 തീയതി വരെയാണ്. എന്തെങ്കിലും ആപ്ലിക്കേഷനിലുള്ള കറക്ഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ 3 മുതൽ 5 വരെയുള്ള ഡേറ്റ് ആണ്. ഏപ്രിൽ 3 മുതൽ 5 വരെ. ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ഒരുപാട് പേർക്ക് SSC എക്സാംസ് അപ്ലൈ ചെയ്തവർക്ക് പിന്നെ എക്സാം എഴുതാൻ പറ്റാത്തതിൻ്റെ കാരണമായിട്ട് കുറേ പേര് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഫോട്ടോ റിജക്റ്റഡ് ആയി, സൈൻ റിജക്റ്റഡ് ആയി എന്നുള്ള കാര്യം. അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരും കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഫോട്ടോഗ്രാഫ്, നിങ്ങൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ് ക്ലിയർലി വളരെ ക്ലാരിറ്റിയോടുകൂടെ തന്നെയുള്ള ഫോട്ടോ ആണെന്ന് നോക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നിങ്ങൾ കണ്ണാടി സ്പെക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് മാറ്റിയിട്ട് മാത്രം ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മുഖം ക്ലിയർലി ആ ഫോട്ടോയുടെ സെൻറ്ററിലാണ് എന്ന് വെരിഫൈ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ 2 ചെവിയും 2 കണ്ണും ക്ലാരിറ്റിയോടെ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഫോട്ടോഗ്രാഫ് വെക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം, ഈ ആപ്ലിക്കേഷൻ നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ ഡേറ്റ് വെച്ചിരിക്കുന്നത് ജൂൺ ജൂലൈ 2023 ജൂൺ ജൂലൈ മാസത്താണ് കണ്ടക്ട് ചെയ്യാനുള്ള ഇപ്പോഴത്തെ ഡേറ്റ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് അറിയാനുള്ള ബാക്കി ഈ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ ഏജ് റിലാക്സേഷനും മറ്റു കാര്യങ്ങളും എല്ലാം നോർമലി SSC എക്സാംസിനെ പോലെ തന്നെയാണ്. ഇത് 3 തരത്തിലുള്ള കാറ്റഗറിയിൽ എക്സാംസ് ഉണ്ട്. അതായത് 10th ലെവലുള്ളവർക്ക് സെപ്പറേറ്റ് പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ 12th ലെവലുള്ളവർക്ക് സെപ്പറേറ്റ് പോസ്റ്റുകളുണ്ട്. ഡിഗ്രി ലെവലുള്ളവർക്ക് സെപ്പറേറ്റ് പോസ്റ്റുകളുണ്ട്. ഏജ് ലിമിറ്റിൻ്റെ കാര്യങ്ങൾ പോസ്റ്റിനനുസരിച്ച് ഡിഫറൻ്റ് ആണ്. ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ അവസാനം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾക്ക് ഒരുപാട് നമ്പർ ഓഫ് പോസ്റ്റുകൾ റീജിയൻ അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഓരോ ഡിഫറെൻറ്റ് പോസ്റ്റുകൾക്കായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. എക്സാം സിലബസ്, സ്കീം ഓഫ് എക്സാംസ് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ഇതിന് നടത്തുന്നത്. എല്ലാ SSC എക്സാംസും പോലെ തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടായിരുന്നു സെപ്പറേറ്റ് സിലബസ് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്, QA, ഇംഗ്ലീഷ്, ഈ 4 ടോപ്പിക്സ് തന്നെയാണുള്ളത്. 25 ക്വസ്റ്റ്യൻസ്, മാക്സിമം 100 മാർക്കാണ്. 25 ക്വസ്റ്റ്യൻ്റെ 4 പാർട്ട്, അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക് അല്ല, 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 200 മാർക്കാണുള്ളത്. ആകെ 200 മാർക്സ് ആണ് ടോട്ടൽ ഉള്ളത്. ടൈം എന്ന് പറയുന്നത് 60 മിനിറ്റ്സ്, 1 അവർ തന്നെയാണ്. SSCയുടെ നോർമൽ എക്സാംസ് പോലെ തന്നെയാണുള്ളത്. ഇതിൽ 10th ലെവലിനും അതുപോലെ തന്നെ 12th ലെവലിനും അതുപോലെ ഡിഗ്രി ലെവലിനും സെപ്പറേറ്റ് സിലബസ് പറയുന്നുണ്ട്. ആ സിലബസ് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഓവറോൾ ഉള്ള സിലബസ് സെപ്പറേറ്റ്ലി ഇതിനകത്ത് പറയുന്നുണ്ട്. ചെറിയ ഡിഫറൻസ് ഉണ്ട്, ഓരോ കാറ്റഗറി അനുസരിച്ചുള്ള സിലബസിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ സിലബസ് അനുസരിച്ചായിരിക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഭയങ്കര വലിയ ഡിഫറൻസ് എന്ന് പറയാനില്ലെങ്കിൽ പോലും ഡിഫറൻസുകളുണ്ട്. ചില ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിനകത്ത് ആകെ മെയിനായിട്ട് അറിയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാറ്റഗറി വൈസ് ഉള്ള വേക്കൻസീസിൻ്റെ കാര്യമാണ് നമുക്ക് മെയിനായിട്ട് അറിയാനുള്ളത്. ഈ ഒരു PDF-ൻ്റെ ഏറ്റവും അവസാനത്തെ പാർട്ടിലാണ് ആ വേക്കൻസീസ്, റീജിയൻ വൈസ് ഉള്ള വേക്കൻസീസിൻ്റെ കാര്യം പറയുന്നത്. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, അവർ ഈ അനക്സർ 12 പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ
എങ്ങനെയുള്ള ഫോട്ടോസാണ് അക്സെപ്റ്റഡ് അല്ലാത്തത് എന്നുള്ളത് അവർ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, അവരുടെ നോട്ടിഫിക്കേഷനിൽ പോലും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം നിങ്ങൾ വളരെ ക്ലാരിറ്റിയോട് കൂടിയുള്ള ക്ലിയർ ഫോട്ടോ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ക്യാപ്പ് അതുപോലെ സ്പെക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ഫോട്ടോസ് നിങ്ങൾ ഒരു കാരണവശാലും വെക്കരുത്. കാരണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ടോട്ടൽ അനക്സർ 3 എന്ന് പറഞ്ഞ ഏറ്റവും അവസാനം പോസ്റ്റുകളുടെ ഓരോ കാറ്റഗറി പോസ്റ്റുകളുടെ വേക്കൻസീസ് താഴെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും അവസാനമാണ്. ഏറ്റവും PDF 135 പേജോളമുള്ള PDF 94ാമത്തെ പേജ് മുതലാണ് ഈ കാറ്റഗറി പോസ്റ്റുകൾ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഏത് സോണിലെ പോസ്റ്റാണ്, അതുപോലെ തന്നെ എന്ത് പോസ്റ്റിൻ്റെ പേര്, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളതാണ്, ഏജ് ലിമിറ്റ് ഇവിടെ 18 മുതൽ 30 വരെയാണ് ഏജ് ലിമിറ്റ്, പേ സ്കെയിൽ ലെവൽ 6. ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ വേക്കൻസി എത്രയാണ്? ഒരു വേക്കൻസി, ടോട്ടൽ 1 വേക്കൻസി ആണുള്ളത്. അതുപോലെ ഡിഫറെൻ്റ് ഒരുപാട് നമ്പർ ഓഫ് കാറ്റഗറീസ് ഉണ്ട്. അതിൻ്റെ എല്ലാം ഓരോ പോസ്റ്റിൽ നിന്നും 1-2 വേക്കൻസീസ് അല്ലെങ്കിൽ 10 വേക്കൻസീസ് ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. ഇതെല്ലാം ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകളാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഓരോന്നിൻ്റെയും ഏജ് ലിമിറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ പോസ്റ്റുകളുടെ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ 10th ലെവൽ 12th ലെവലിന് വേണ്ടി പല പല പോസ്റ്റുകൾക്കും ഓരോ പോസ്റ്റിനും ഇത്ര നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറഞ്ഞാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എത്ര ഉണ്ടെന്ന് നോക്കാം. ഈ എല്ലാ പോസ്റ്റുകൾക്കും 10th ലെവൽ 12th ലെവൽ അതുപോലെ തന്നെ ഡിഗ്രി ലെവലും കൂടെ ചേർത്ത് എല്ലാ റീജിയൻസിലും കൂടെ ചേർത്ത് ആകെ മൊത്തത്തിലുള്ള വേക്കൻസീസിൻ്റെ നമ്പറാണ് 5369. 5639 വേക്കൻസീസ് ആണ് ടോട്ടൽ നമ്പർ വേക്കൻസി എന്ന് പറയുന്നത്. ഈ ടോട്ടൽ നമ്പർ വേക്കൻസി എന്ന് പറയുന്നത് എല്ലാ കാറ്റഗറീസിനും കൂടെ എല്ലാ സോണിലും കൂടെ ഉള്ള ഒരു വേക്കൻസിയാണ്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ ഈ എക്സാമിന് എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ നടത്തുക. 27-ാം തീയതിയാണ് മാർച്ച് 27-ാം തീയതിയാണ് ആപ്ലിക്കേഷനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഒഫീഷ്യൽ PDF നമ്മുടെ ഒഫീഷ്യൽ ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ താങ്ക് യു.